നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു ദിവസം മാത്രം ശേഷിക്കെ തിരുവനന്തപുരം നഗരിയെ ഇളക്കി മറിച്ചുകൊണ്ട് 3 മുന്നണികളുടെയും കലാശക്കൊട്ട് നടക്കുകയാണ്. നമ്മളിപ്പോഴുള്ളത് പേരൂർക്കട ജംഗ്ഷനിലാണ്. അപ്പോൾ നമുക്ക് അനുജ, ഈ കലാശക്കൊട്ടത്തിന് മുൻപേ കണ്ടിട്ടുണ്ടോ? അത് തിരുവനന്തപുരം നഗരത്തിലുണ്ട്. തലസ്ഥാന നഗരിയിലെ കലാശക്കൊട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാട്ടിലുള്ള ചില കലാശക്കൊട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഒരു ഉത്സവ പ്രതീതി ആണെന്ന് തന്നെ പറയാൻ കഴിയും എനിക്ക്. അതെ, എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഈ ഒരു പേരൂർക്കട ജംഗ്ഷനിലാണ് ഈ ഒരു കലാശക്കൊട്ട് നടക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതെനിക്കെൻ്റെ 2ാമത്തെ എക്സ്പീരിയൻസ് ആണ് തിരുവനന്തപുരത്ത് വന്നിട്ട്. ഇവിടെ നമ്മൾ മുന്നണികളല്ല, ഇവിടെ നമ്മുടെ ഒരു ഉത്സവ പ്രതീതിയാണ്. എല്ലാവരും ഈ പാർട്ടിയിലുള്ള 3 പാർട്ടിക്കാരായാലും ഇവിടെ ഒരു ത്രികോണ മത്സരം നടക്കുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു 3 പാർട്ടിയിലുള്ള അണികളും നേതാക്കളും എല്ലാവരും വലിയൊരു ആവേശത്തിലാണ്. ഉടൻ തന്നെ ഇവിടെ സ്ഥാനാർത്ഥികൾ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്, അല്ലേ? അതെ അതെ അതെ, ഒരു 5 മണിയോട് കൂടിയിട്ട് തന്നെ ഇപ്പം സ്ഥാനാർത്ഥികൾ എത്തിച്ചേരും. ആ സ്ഥാനാർത്ഥികൾ വന്നു കഴിയുമ്പം ഇതിലും ആവേശമാണ്. അവർക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയിലുള്ള ഒരു ആവേശവും. അത് മാത്രമല്ല, അണികൾക്ക് മാത്രമല്ല, ജനങ്ങൾ പോലും ഈ ഒരു കലാശക്കൊട്ട് കാണാൻ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം നഗരത്തെ എല്ലാ ജനങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ വെച്ചാൽ ഒരു ആനേനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പ്രത്യേക കാഴ്ചയാണ്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥികൾ ഈ ഒരു കലാശക്കൊട്ടിൽ ആനയും കുരങ്ങും മുതലായ നിരവധി കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളാണ് ഇവിടെ. ഓരോ സ്ഥാനാർത്ഥികളുടെയും അവരുടെ കലാശക്കൊട്ട് അത്രയധികം ഗംഭീരമാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള നമുക്ക് തന്നെ ആ ഒരു ആവേശം നമ്മുടെ ഉള്ളിൽ. നമ്മൾ ഏത് പാർട്ടിയോ ആവട്ടെ, നമുക്ക് എല്ലാവർക്കും ഓരോ പാർട്ടി കാണും. അതെന്താണെന്ന് നമുക്കിപ്പോൾ എന്തായാലും അത് പറയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ നാട്ടുകാരും എല്ലാം അത്രയധികം ആവേശത്തിലാണ്. എന്ത് തോന്നുന്നു അർച്ചനയ്ക്ക്? എന്താണ് ഇപ്പോൾ 2ാമത്തെ എക്സ്പീരിയൻസ് ആണ്, എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ശരിക്കും ഭയങ്കര ആവേശം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. നമുക്കൊരു വൈബ്രേഷനാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ചൂട് എന്താണെന്ന് അറിയണമെങ്കിൽ ശരിക്കും നമ്മൾ ഈ കലാശക്കൊട്ടിൻ്റെ സമയത്ത് വരണം. എന്നാൽ മാത്രമാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശവും ആ ചൂരുമെല്ലാം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം അനൂജ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുന്നത്, ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ ആനയൊക്കെ കൊണ്ടുവരിക, കരടീനെ കൊണ്ടുവരിക. അങ്ങനെ ഒരു വേറിട്ട ഒരു ആവിഷ്കാരം കൂടെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ ഒരു JCB കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ സ്ഥാനാർത്ഥികൾ കയറി നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദ്യം ചെയ്യുന്നതും അതൊക്കെ ഒരു ഭയങ്കര നല്ലൊരു കാഴ്ചയായിരുന്നു. എനിക്കതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാനുള്ളത്. ഇപ്രാവശ്യവും ഇതുപോലെ തന്നെ ഈ JCB പോലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇനി എന്താ പറയുന്നത്, ഇന്ന് ഭയങ്കര ഒരു ആഘോഷം തന്നെയായിരിക്കും തിരുവനന്തപുരം നഗരത്തിൽ. നാളെ എനിക്ക് തോന്നുന്നു നിശബ്ദ പ്രചരണമാണ്. ഈ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു നിശബ്ദ പ്രചരണമാണ്. അതെ, ആവേശം കെട്ടടങ്ങുകയാണ്. അത്രയധികം ആവേശമാണ് ഇവിടെ വന്ന് നിൽക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം ആവേശമുണ്ടെന്നത്. എന്തു തന്നെയായാലും നമുക്ക് ഈ വരുന്ന 9-ാം തീയതി, അതായത് അടുത്ത ദിവസം തിരഞ്ഞെടുപ്പാണ്. എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് 1 മാസം നമ്മൾ കാത്തിരിക്കണം ആരിനി നമ്മുടെ കേരളത്തെ നയിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്ത് തന്നെയായാലും ക്യാമറമാൻ ബിപിനൊപ്പം അർച്ചന, അനുജ പ്രകാശ്.